നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് 11 to 20 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാ പറയാന്നാണ്. 11 to 20 വരെയുള്ള നമ്പേഴ്സിൽ പാറ്റേൺ ഉണ്ട്. എക്സെപ്ഷൻ വരുന്നത് 11ഉം 12ഉം ആണ്. 11ഉം 12ഉം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയാ. 13 to 19 വരെ നമ്മളൊരു പാറ്റേണിലാണ് പറഞ്ഞു പോവുക. അതിനുശേഷം വരുന്ന 31, 32, 21, 22 ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ പാറ്റേൺ ഉണ്ട്. 20, 30, 40 തുടങ്ങിയുള്ള നമ്പേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് വരും. ബാക്കിയൊക്കെ നമ്മൾ സെയിം പാറ്റേണിൽ തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ ആ പാറ്റേൺ എന്താണ്, ഇനിയുള്ള നമ്പേഴ്സ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക, എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി 11 എങ്ങനെയാ പറയാ എന്ന് നോക്കാം. എൽഫ്. 11നെ എൽഫ് എന്നാണ് പറയാ. എൽഫ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. എൽഫ്. ഇനി 12 സ്വെൽഫ് എന്നാണ് പറയാ. സ്വെൽഫ്. സ്വെൽഫ്. ഇനിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 13നെ ദ്രൈസെയിൻ എന്നാണ് പറയാ. ദ്രൈസെയിൻ. ദ്രൈസെയിൻ. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ 3നെ നമ്മൾ ദ്രൈ എന്നാണല്ലോ പറയണേ, 10നെ സെയിൻ. അപ്പൊ നമ്മൾ 13നെ ദ്രൈസെയിൻ എന്നാണ് പറയാ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ അത് 13 എന്ന് പറയുമ്പോൾ 10ഉം 3യോട് ഒരുമിച്ച് വരുന്നത് 13 എന്നൊക്കെ പറയുന്ന പോലെ. അത് ജർമ്മനിൽ വരുമ്പോൾ 3 ആദ്യം വരുന്നു, അതിനുശേഷം 10 വരുന്നു. അങ്ങനെയാണ് ഈ പാറ്റേൺ ഇവിടെ പോകുന്നത്. ദ്രൈസെയിൻ 13, ദ്രൈസെയിൻ 13, ഫിയർസെയിൻ 14, ഫിയർസെയിൻ, ഫ്യുൻസെയിൻ 15. അടുത്തത് സെക്സെയിൻ. 6 നമ്മൾ സെക്സ് എന്നാണ് പറയാ. പക്ഷെ നമ്മൾ അത് ഇവിടെ എഴുതുമ്പോൾ ഈ എസ് നമ്മൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യും. ആ എസ് നമ്മൾ എഴുതില്ല, പകരം സെക്സെയിൻ എന്നാണ് പറയാ. അവിടെ എസ് എഴുതില്ല. അതുപോലെ തന്നെയാണ് സീബ് സെയിൻ. സീബൻ സെയിൻ എന്ന് നമ്മൾ പറയില്ല. 7 സീബൻ എന്നാണ് പറയാ. പക്ഷെ 17 പറയുമ്പോൾ സീബ് സെയിൻ എന്നേ പറയുള്ളൂ, സീബൻ സെയിൻ എന്ന് പറയില്ല. സീബ് സെയിൻ. സീബ് സെയിൻ. അഹ്റ്റ് സെയിൻ 18, അഹ്റ്റ് സെയിൻ. അഹ്റ്റ് സെയിൻ. നോയിൻ സെയിൻ 19, നോയിൻ സെയിൻ 19, നോയിൻ സെയിൻ. 20 സ്വാൻസിഹ്. ചില റീജിയൻസിൽ സ്വാൻ സിഷ് എന്നും ചില റീജിയൻസിൽ സ്വാൻ സിഖ് എന്നും പറയും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ നമ്മൾ യൂസ് ചെയ്യുക. സ്വാൻ സിഖ് എന്നും സ്വാൻ സിഷ് എന്നും പറയാറുണ്ട്. ഓക്കെ, സ്വാൻ സിഷ്. സ്വാൻ സിഷ്. 20. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 21 തൊട്ടുള്ള പാറ്റേൺ ആണ്. 21, 22, 23 തുടങ്ങിയുള്ള നമ്പേഴ്സ് ഒരു പാറ്റേണിലാണ് ഇതാ. അതെങ്ങനെയാണ് ഇതാന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സ്വാൻസിഷ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 21 നമ്മൾ എങ്ങനെയാ പറയാ? 1ന് നമ്മൾ ഐൻ എന്നാ പറയാ. ഐൻ. യൂഷ്വലി നമ്മൾ 21 ഇംഗ്ലീഷിൽ പറയുമ്പോൾ 20 ആദ്യം പറയുന്നു, 1 രണ്ടാമത്തെ പറയുന്നു, അങ്ങനെയാ പറയാ. പക്ഷെ ജർമ്മനിൽ നേരെ തിരിച്ചാ. 1 ആദ്യം പറയുന്നു, 20 പിന്നെ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഐൻ ഉണ്ട് സ്വാൻസിഷ്. ഈ ഉണ്ട് എന്ന് പറയുന്നത് അതൊരു ജർമ്മൻ കൺജങ്ഷൻ ആണ്. ഉണ്ട്. ഉണ്ടിന്റെ മീനിങ് ആൻഡ് എന്നാണ്. ഇംഗ്ലീഷിലെ ആൻഡിനെയാണ് നമ്മൾ ജർമ്മനിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഈ ഉണ്ടാണ് നമ്മൾ ഇതിന്റെ നടുക്ക് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഐൻ. 1ന് നമ്മൾ ഐൻസ് എന്നാണ് പറയുന്നതെങ്കിൽ 21 പറയുമ്പോൾ നമ്മൾ ഐൻസ് എന്ന് പറയുന്നില്ല, ഐൻ എന്നേ പറയുന്നുള്ളൂ. ഐൻ und സ്വാൻസിഷ് 21. ഐൻ und സ്വാൻസിഷ് 21നെയാണ് നമ്മൾ ഐൻ und സ്വാൻസിഷ് എന്ന് പറയുന്നത്. ഐൻ und സ്വാൻസിഷ്. ഇനി അത് 22 ആവുമ്പോൾ സ്വൈ und സ്വാൻസിഷ് എന്ന് പറയും. ഇത് നമ്മൾ ഒറ്റ വാക്കായിട്ടാണ് എഴുതുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്പേസ് ഇടുന്നില്ല, അവിടെ ഒരു കൺജങ്ഷൻ വെക്കുന്നുണ്ട് ഉണ്ടെന്നുള്ളത്. അതായത് ഇതിപ്പോ ലിറ്ററൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് 1 and 20 എന്നാണ്. മീൻസ് 21 എന്നാണ് നമ്മൾ പറയാ. ഇനി അത് 22 ആണെങ്കിലും സ്വൈ und സ്വാൻസിഷ് എന്നാണ് നമ്മൾ പറയാ. സ്വൈ und സ്വാൻസിഷ്. ഇനി അത് 23 ആവുമ്പോൾ ദ്രൈ und സ്വാൻസിഷ് എന്നാ പറയാ. ദ്രൈ und സ്വാൻസിഷ്. ഫിയർ und സ്വാൻസിഷ്. ഫ്യുൻഫ് und സ്വാൻസിഷ്. സെക്സ് und സ്വാൻസിഷ്. സിബൻ und സ്വാൻസിഷ്. അഹ്റ്റ് und സ്വാൻസിഷ്. നോയിൻ und സ്വാൻസിഷ്. ദ്രൈസിഷ്. ഇങ്ങനെയാണ് അത് പറയാം. എൻ്റെ കൂടെ പറഞ്ഞോളൂ, നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു നോക്കാം. ഐൻ und സ്വാൻസിഷ്. ഐൻ und സ്വാൻസിഷ്. സ്വൈ und സ്വാൻസിഷ്. സ്വൈ und സ്വാൻസിഷ്. ദ്രൈ und സ്വാൻസിഷ്. ദ്രൈ und സ്വാൻസിഷ്. ഫിയർ und സ്വാൻസിഷ്.
24. 25. 25. 26. 26. 27. 27. 28. 28. 29. 29.